എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കിയേക്കാം. വെള്ളിയാഴ്ച എല്ലാവരും കണ്ടതാണ്. മാർക്കറ്റ് ഒരു 150 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി അതുപോലെ 300 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു. ഇന്നിപ്പോൾ കാണിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയിനായിട്ടുള്ള മാർക്കറ്റ്സിനെ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒരു ക്ഷീണത്തിലായിരുന്നു. എല്ലാവർക്കും ഒരു നെഗറ്റീവ് ബയസായിരുന്നു വെള്ളിയാഴ്ച. ഇന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ICICI ബാങ്കിൻ്റെ റിസൾട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ FIA DA ഡേറ്റ നോക്കിയാൽ 4000 ആസ് യൂഷ്വൽ 4000 ക്രോർസിന് DIA 4350 ക്രോർസിന് വാങ്ങിച്ചിട്ടുണ്ട്. FIA അതുപോലെ തന്നെ 3500 ക്രോർസിന് വിറ്റിട്ടുണ്ട്. ഈ FIA ഡേറ്റ DA ഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ വർഷത്തിൽ തന്നെ FIA ഏകദേശം 80,000 ക്രോർസിന് വിറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ DIA അതേ എമൗണ്ടിന് ഏകദേശം ഒരു 90% അതേപോലെ തന്നെ വാങ്ങിച്ചിട്ടുമുണ്ട്. ഈ മാസം ഇവന്മാർ 30,000 ക്രോർസ് വിറ്റിരിക്കുന്നു. FIA DIA ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് അടി വാങ്ങിച്ചേനെ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. കൊള്ളാം. US മാർക്കറ്റ് എല്ലാം ഒരു നോർമലായി വരുന്നുണ്ട്. എല്ലാം ഭയങ്കര കയറിപ്പോയായിരുന്നല്ലോ നമ്മുടെ നല്ല റിസൾട്ട് വെച്ചിട്ട്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു, ആൽഫബറ്റ് റിസൾട്ട്, ഗൂഗിള്, ഇതൊക്കെ എല്ലാം അടിപൊളി റിസൾട്ടുകളൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് US മാർക്കറ്റ് ഇപ്പോൾ ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. നേരത്തെ ഒരു 5% ഡൗൺ ആയി. S&P 500 ഒരു 5% ഡൗൺ, നാസ്ഡാക്ക് ഒരു 7% ഡൗൺ ഒക്കെ ആയിട്ട് ഇപ്പം ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, റേറ്റ് കട്ടൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. റേറ്റ് കട്ട് ഉണ്ടാവത്തില്ല US അങ്ങനെ തന്നെയാണ്, ഒരു 90%. പിന്നെ ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ 2324 എന്നൊക്കെയാണ്. ഗോൾഡ് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ നല്ലതാണ്. താഴോട്ട് വരുമ്പോൾ കുറേശ്ശെയായിട്ട് വാങ്ങിച്ച് അക്യുമുലേറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ പറയത്തക്ക രീതിക്ക് ഇന്ന് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. ഈ ആഴ്ച ഉണ്ട് ജോബ് ഡേറ്റായും ഫെഡ് ചെയർമാൻ്റെ മീറ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ഇടാം. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഇന്നൊരു ഗ്രീൻ ബുള്ളിഷായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു 56 പോയിൻറ്റ്സ് അപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഗ്യാപ്പ് അപ്പ് ആയിരിക്കാനാണ് മിക്കവാറും ഉള്ള സാധ്യതകൾ. എല്ലാവരും ഇന്ന് ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാവരും പോസിറ്റീവ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിലെ വിശേഷങ്ങൾ. എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് നോക്കി സന്തോഷമായിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു. ബൈ.